ഹലോ, അസ്സലാമലൈക്കും. പൂവട ഉണ്ടാക്കുകയാണ് കേട്ടോ. പൂവട ഉണ്ടാക്കാൻ നമ്മൾ ചപ്പാത്തിക്കൊക്കെ വയ്ക്കണ പോലെ നനച്ചുകൊണ്ട് 2 കപ്പ് മൈദപ്പൊടിയും 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തുക്കണത് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി നമ്മൾ ആവശ്യത്തിന് വെള്ളം പറന്നങ്ങാണ്ട് കുഴക്കുക. വെച്ച് ഈ പരുവത്തിൽ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം. പത്തിരി മെഷീൻ്റെ പ്രസ്സിലെ അമർത്തിങ്ങാണ്ട് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ തേങ്ങ ചിരവിയതും അതിലേക്ക് കുറച്ച് അവലും ചെറിയ ഉള്ളിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുങ്ങാണ്ട് മിക്സ് ചെയ്തങ്ങാണ്ട് പൊടി പത്തിരി പ്രസ്സിൻ്റെ അതിൽ അമർത്തിങ്ങാണ്ട് പിന്നെ നമ്മളെ പൂവടൻ്റെ അച്ചിൽ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എളുപ്പമാണ്, 4 മണി ചായക്കൊക്കെ ഉണ്ടാക്കാൻ ഉസാറാണ്. പ്രസ്സിൽ അമർത്തിങ്ങാണ്ട് അതിൽ വെച്ചാൽ മതി, എന്നിട്ട് അമർത്തിയാൽ മതി. നമ്മൾ കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം പൂവട പൊരിച്ചുകൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. ആവിയിൽ വേവിച്ചുകൊണ്ടല്ല, കഴിക്കാൻ നല്ല രസമാണ്. മൈദപ്പൊടിയും ആട്ടപ്പൊടിയാകുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ലോണം പൊള്ളക്കുകയും ചെയ്യും. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് ചായക്ക് കടി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അങ്ങനെ എണ്ണ അടുപ്പത്ത് വെച്ച് നല്ല എണ്ണ നല്ല ചൂടാവണം കേട്ടോ. നല്ല ചൂടാവുമ്പോൾ ഇട്ടുങ്ങാണ്ട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നല്ല ഇതാണ്. എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കിയാലും എണ്ണ കുടിക്കുമല്ലോ, ഇതിൽ എണ്ണ കുടിക്കൂല. വേവാൻ കുറച്ച് സമയം അധികമൊന്നുമില്ല, എന്നാലും മൈദപ്പൊടി ആട്ടപ്പൊടിയും കൂടി അല്ലേ വേഗം വെന്ത് കിട്ടും. സൂപ്പറാണ്, ഉണ്ടാക്കി നോക്കൊണ്ടു. എല്ലാവരും ഉണ്ടാക്കിയതായിരിക്കും, എന്നാലും കഴിക്കാൻ സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പൊരിച്ചലൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിച്ചാലിരിക്കത്തില്ല. ചായ ഉണ്ടാക്കിങ്ങാണ്ട് പൂവടയും ചായ 4 മണിക്ക്. നല്ല വേർത്തുക്കണുണ്ടല്ലേ, നല്ല പൊള്ളച്ചുകൊണ്ട് ചായ കുടിച്ചാണ് കേട്ടോ. കട്ടൻ ചായയും പൂവടയും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു